ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ലോകം മുഴുവൻ ഈ മനുഷ്യൻ എന്ത് പറയുന്നു എന്നറിയാൻ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുമ്പോ, സകല മാധ്യമ പ്രവർത്തകരും അദ്ദേഹം എവിടെയാണ് എന്നന്വേഷിച്ച് ഓടുമ്പോ, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലടക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ മഹാനായ നേതാവിന്റെ ഒരു വാക്ക് എന്താണ് എന്നറിയാൻ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോ, ഒരു പൂച്ചട്ടിയിലെ ചെടി നോക്കി കാണാൻ രസമുള്ള പൂവല്ലേ എന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ, അസാധാരണമായ മനഃശക്തിയും അസാധാരണമായ ഹൃദയശുദ്ധിയും ഉള്ള ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്ന വാക്കാണ്. ഞാൻ എത്രയോ ആ ചോദ്യത്തെ കുറിച്ച് ഓർച്ചിട്ടുണ്ട്. ഒരു നിഷ്കളങ്കനായ കൊച്ചുകുട്ടിയെ പോലെ, പൂവ് കാണാൻ നല്ല രസമുണ്ടല്ലേ, എന്ത് രാഷ്ട്രീയം, എന്ത് മാധ്യമങ്ങൾ, എന്ത് തർക്കം, എന്ത് ഇന്റർവ്യൂ, എന്ത് പത്രക്കാര്, ഒരു പൂച്ചട്ടിയിലെ പൂവിനെ നോക്കി മന്ദഹസിക്കാൻ അത്ഭുതകരമായ പ്രപഞ്ചബോധം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നയിച്ചിരുന്നു. അത്തരം ചില കാര്യങ്ങൾ മഹാനായ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന സമയം അന്ന് മറക്കാൻ കഴിയാത്ത ഒരു വരവായിരുന്നു. എത്രയോ നേരത്തെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഒരു കട്ടിൽ കിടന്ന് നേരം ഉറങ്ങി, നന്നായിട്ട് റെഡിയായി താഴേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നുന്ന ചില സമയങ്ങളിൽ മഹാനായ തങ്ങൾ ദീർഘമായി പ്രസംഗിക്കും. ഞാൻ തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് മദീനയിലേക്കുള്ള പാതയുടെ ഉദ്ഘാടന സമ്മേളനങ്ങളാണ്. അത്ര ദീർഘിച്ച് ശിഹാബ് തങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ എവിടെയും ഒരു സദസ്സിലും കണ്ടിട്ടില്ല. ഒരു 10-15 മിനിറ്റ് സംസാരിച്ചാൽ അങ്ങോട്ട് നിർത്തും. മദീനയിലേക്കുള്ള പാതയിൽ 30 മിനിറ്റ്, 35 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ്, അതിനേക്കാൾ കൂടുതലൊക്കെ പ്രസംഗിച്ചത്, 50 മിനിറ്റ് ഒക്കെ പ്രസംഗിച്ചത് വളരെ അസാധാരണമായിട്ട് തോന്നാറുണ്ട്. ചിലപ്പോൾ അത് മാത്രമല്ല ചെയ്യാം, മദീനയിലേക്കുള്ള പാതയിൽ ചിലപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് അത്ഭുതകരമെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ദുആ കഴിഞ്ഞ പാടി ഇരുന്നിടത്തിരുന്നിട്ട് പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. സ്വാഗതം പോലും തുടങ്ങുന്നവർ മുൻ വേദഗ്രന്ഥവും ഉണ്ടായിരുന്നുമില്ല. പക്ഷെ അതിനെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, യോഗം തുടങ്ങിയിട്ടില്ല. തങ്ങളുടെ ദുആ നടക്കാണ്. ദുആ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഇരുന്നിട്ട് ആ ഇരുന്നിട്ട് നേരത്തെ തന്നെ വന്ന് കോഴിക്കോട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് നമുക്ക് മറക്കാൻ കഴിയാത്ത സ്നേഹവാത്സല്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നുപോയിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷുകാരന്റെ പഴമൊഴി മഹാനായ തങ്ങളെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. പീപ്പിൾ വിൽ നോട്ട് റിമെമ്പർ വാട്ട് യു സെഡ്. നിങ്ങൾ പറഞ്ഞതൊന്നും ജനങ്ങൾ ഓർക്കാൻ പോണില്ല. പീപ്പിൾ വിൽ നോട്ട് റിമെമ്പർ വാട്ട് യു ഡിഡ്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അതും ജനങ്ങൾ ഓർക്കാൻ പോണില്ല. നിങ്ങൾ പറഞ്ഞടക്കുന്നതും നമ്മളൊക്കെ ചെയ്യണതും നമ്മൾ പറയണതും എല്ലാ നാട്ടുകാർ കാലാകാലം ഓർക്കുന്നു വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ചില നല്ല കാര്യങ്ങളൊക്കെ ഓർത്തുനിന്ന് വരും, ഇല്ല എന്നല്ല, നല്ല വാക്കുകളും ഓർത്തുനിന്ന് വരും, എല്ലാം ഓർത്തുനിന്ന് വരില്ല. ബട്ട് പീപ്പിൾ വിൽ ഡെഫിനിറ്റ്ലി റിമെമ്പർ ദ വേ യു മെയ്ഡ് ദം ഫീൽ. പക്ഷേ ജനങ്ങളെ വികാരഭരിതരാക്കാൻ നീ തെരഞ്ഞെടുത്ത രീതിയുണ്ടല്ലോ, അത് ജനങ്ങൾ മറക്കുകയില്ല, അത് ജനങ്ങൾ ഓർക്കും. സ്നേഹത്തിന്റെ ഒരു നിമിഷം, സന്തോഷത്തിന്റെ ഒരു നിമിഷം. എന്തുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിര്യാണത്തിൽ അത്ഭുതകരമായ രംഗങ്ങൾ കണ്ടത്? ജനങ്ങൾ പാണക്കാട് വീട് ചുറ്റുവട്ടത്തും കൂടി നിൽക്കുന്നു. മുറ്റം നിറയുന്നു, വഴികൾ നിറയുന്നു, റോഡ് നിറയുന്നു, വീടിന്റെ വളപ്പ് നിറയുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോ രാത്രി എന്നോട് ചെറുപ്പക്കാര് കുട്ടികൾ പലരും പറഞ്ഞു, സമദാനി സാഹിബ് അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് എത്താൻ കഴിയില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. പക്ഷെ ചെന്ന് ഒരു ബൈക്കിൽ കടന്ന് ആൾക്കൂട്ടത്തിലൂടെ എങ്ങനെ അകത്തെത്തി എന്നുള്ളത് ഇപ്പോഴും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി എങ്ങനെയോ തങ്ങളുടെ ദേഹത്തിന്റെ അടുക്കൽ എത്തി ആ നെറ്റത്ത് ഒരു ചുംബനം കൊടുക്കാൻ ഒരവസരം ലഭിച്ചു ആ രാത്രി തന്നെ. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയേറെ വികാരഭരിതരായത്? എത്ര നേതാക്കന്മാർ ഈ രാജ്യത്ത് മരിച്ചുപോയി, എത്രയെത്ര വലിയ നേതാക്കന്മാർ മരിച്ചുപോയി, എത്രയെത്ര വലിയ അധികാര പദവികളിൽ ഇരുന്നവർ മരിച്ചുപോയി. ഒരു മന്ത്രിയാകാത്ത, MP ആകാത്ത, MLA ആകാത്ത, ഒരു പഞ്ചായത്തിലെ ഒരു അധികാരം പോലും കൈകാര്യം ചെയ്യാത്ത ഈ മഹാമനുഷ്യൻ വിട പറഞ്ഞു എന്ന് കേട്ടപ്പോ എന്തുകൊണ്ടാണ് മനുഷ്യർ പൊട്ടിക്കരഞ്ഞത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ കണ്ണീരൊഴുകിയത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ ഹൃദയത്തിൽ ചൂട് പടരുന്നത്? ഇപ്പോഴും ആലോചിക്കുമ്പോൾ നെഞ്ചിലൂടെ ഒരു ചൂട് എരച്ച് കയറുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് കൈകാലുകൾ തളർന്നു പോകുന്നത്? തങ്ങളെ ഓർക്കുമ്പോൾ കയ്യും കാലും
തളർന്നു പോകുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ദുഃഖക്കൊടുങ്കാറ്റ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ദുഃഖത്തിന്റെ പ്രവാഹം, കണ്ണീർ ചാലുകൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വറ്റാത്തത്? സാധാരണഗതിയിൽ കാലം കൊണ്ട് ഇതൊക്കെ മറന്നു പോകുന്നു.